ക്രോസ് പീസ് കട്ട് ചെയ്യാൻ നല്ല അടിപൊളി ഒരു ഹാക്ക് പറഞ്ഞു തരട്ടെ. ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. ഓൾറെഡി ട്രെൻഡിങ്ങിലുള്ള ഒരു സംഗതിയാണിത്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് എടുക്കുക. നമുക്ക് നല്ല ലെങ്ത്തിലുള്ള ക്രോസ് പീസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. ഒരു സ്ട്രെയിറ്റ് പീസ് എടുക്കുക. അതിൽ നമുക്ക് എത്ര ഇഞ്ചിൻ്റെ ക്രോസ് പീസ് ആണോ അങ്ങനത്തെ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ആ ഒരു സ്കെയിലിൻ്റെ വീതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും ലൈൻ മുഴുവനാക്കിയിട്ടില്ല, എന്നാലും ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ലൈൻ തെറ്റിച്ച് വയ്ക്കുക. അതായത് ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഒരു ലൈൻ തെറ്റിച്ച് വെച്ചിട്ട് അവിടെ ഒരൊറ്റ സ്റ്റിച്ച് സിംഗിൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി എളുപ്പമാണ്. നമ്മൾ ഉള്ളിൽ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലൈനിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു എൻഡ്, അതായത് ഒരു ലൈൻ ഇങ്ങോട്ട് തെറ്റിച്ച് വെച്ചിട്ടല്ലേ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ആ ഒരു പീസ് എടുത്തിട്ട് ഇതാ ഉള്ളിലെ ഈ ഒരു ലൈൻ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ലൈൻ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കുഴൽ പോലെയല്ലേ ഉള്ളത് ഈ തുണി. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ റൗണ്ടിൽ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ക്യാമറയിലേക്കും കൂടെ നോക്കുന്നത് കൊണ്ടാണ് കേട്ടോ കട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇത് കയ്യിൽ പിടിച്ച് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ലൈനൊക്കെ വരച്ചിട്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈൻ വരയ്ക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു വീതി കണക്കാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ട്രെയിറ്റ് പീസ് എടുത്ത് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഇതിൽ ഒന്ന് തെറ്റിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതേപോലെ പിടിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഒരു ലൈനും വരച്ചിട്ടില്ല. ജസ്റ്റ് ആ ഒരു പീസിനെ നമ്മുടെ ഒരു ഇഞ്ച് വെടുത്ത് ഇങ്ങോട്ട് തെറ്റിച്ച് വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതുപോലെ നല്ല സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നല്ല ലെങ്തിലുള്ള ക്രോസ് പീസ് കിട്ടും. ഇതിൻ്റെ ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് പീസ് വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്ലൗസിനൊക്കെ ക്രോസ് പീസ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ ഒരു 1 മീറ്റർ ഫാബ്രിക്കിൽ സൈഡിൽ കട്ട് ചെയ്ത് പോകുന്ന ആ ഒരു എങ്കോണിപ്പൊക്കെ ഉള്ള തുണിയൊക്കെയാണല്ലോ നമ്മൾ ക്രോസ് പീസ് എടുക്കുക. അതല്ലാതെ ഇപ്പോൾ സാരിയിലൊരു പൈപ്പിംഗ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അനാർക്കലിയുടെ താഴെ നമുക്ക് കോട്ട് പൈപ്പിംഗ് കൊടുക്കണം, അപ്പോൾ ക്രോസ് പീസ് വേണം. അങ്ങനത്തെ വലിയ ക്രോസ് പീസ് വേണ്ട സാഹചര്യം വരില്ലേ. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ലൊരു ഹാക്കാണ്.